ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി +1 തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. +1 ഹിസ്റ്ററിയുടെ തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് +1 ഹിസ്റ്ററിയിലെ ക്ലാസ്സാണ്. അപ്പോൾ തുല്യത കോഴ്സിൻ്റെ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ PDF നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഒരു വാസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് നോക്കുമ്പോൾ നമ്മൾ ഇതിനൊരു ക്രിസ്പി ആയിട്ടുള്ള നോട്ട്സ്, റെഗുലർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നോട്ട്സുകൾ വെച്ചാണ് നമ്മൾ പഠിച്ചാൽ ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ അത് വെച്ച് നിങ്ങൾക്ക് പരീക്ഷയിൽ പാസ്സാവുകയും ചെയ്യും, നല്ല മാർക്ക് നേടാനും പറ്റും. സാധാരണ രീതിയിൽ റെഗുലർ വിദ്യാർത്ഥികൾ വരെ ചെയ്യുന്ന ഇതാണ്. അവരുടെ ടെക്സ്റ്റ് ബുക്ക് അധിക വായനക്ക് മാത്രമായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ഈ പുസ്തകം വായിക്കേണ്ട എന്നല്ല പറയുന്നത്, നിങ്ങൾ ആദ്യം നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് ആ ക്രിസ്പി ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള ആ PDF വെച്ചിട്ടുള്ള ക്ലാസ്സാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ടെക്സ്റ്റ് ബുക്ക് തുല്യതാ പരീക്ഷയ്ക്ക് സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്രിസ്പി ആയിട്ടുള്ള മെറ്റീരിയലിലെ ആ PDF നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇത് വെച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് തുടങ്ങാം. നേരിട്ട് നമുക്ക് ആ മെറ്റീരിയലിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ +1 ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത്. തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരേ കണ്ടൻറ്റാണ്, പക്ഷേ ഇത് വളരെ ചുരുക്കിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ നോട്ട്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അധിക വായനക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം. ഇതിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് ഈ ഹിസ്റ്ററിയിൽ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ +1 ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് +1 ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അറിയുന്നത് ഒരു വലിയൊരു വിഭാഗം സസ്തനികളുടെ ഉപവിഭാഗത്തെയാണ് നമ്മൾ പ്രിമേറ്റ്സുകൾ. അപ്പോൾ എന്താണ് പ്രിമേറ്റുകൾ എന്ന് പറഞ്ഞാൽ സസ്തനികളുടെ ഒരു ഉപവിഭാഗത്തിനെയാണ് പ്രിമേറ്റുകൾ എന്ന് വിളിക്കുന്നത്. പ്രിമേറ്റുകളുടെ ഉപവിഭാഗമാണ് ഒമിനോയിഡുകൾ. ഈ ഒമിനോയിഡുകളും ഒമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസം ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു 4 മാർക്കിന്. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒമിനോയിഡും ഒമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വലിയ വിഭാഗം സസ്തനിയുടെ ഉപവിഭാഗമാണ് പ്രിമേറ്റിൻ്റെ ഉപവിഭാഗമാണ് ഒമിനോയിഡുകൾ. ഇനി ഒമിനോയിഡും ഒമിനിഡ് എന്നുള്ള വിഭാഗവും തമ്മിലുള്ള വ്യത്യാസം ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കും. ദെൻ പ്രിമേറ്റുകളുടെ ഒരു ഉപവിഭാഗമാണ് ഒമിനോയിഡുകൾ. ഒമിനോയിഡിൻ്റെ ഉപവിഭാഗമാണ് ഒമിനിഡുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ മസ്തിഷ്കത്തിൻ്റെ വലുപ്പം ചെറുതായിരിക്കും, ഹോമിനിഡിൻ്റെ മസ്തിഷ്കത്തിൻ്റെ വലുപ്പം കൂടുതലായിരിക്കും. ഇവർ 4 കാലികളാണ്. ഒമിനോയിഡുകൾ എന്നുള്ളത് 4 കാലികളാണ്, ഇവർ ഇരുകാലികളാണ്. ഇവർക്ക് ഒമിനോയിഡുകൾക്ക് നിവർന്ന് നിൽക്കാൻ കഴിയില്ല, പക്ഷേ ഒമിനിഡുകൾക്ക് നിവർന്ന് നിൽക്കാമെന്നാണ്. ഇവർക്ക് മുൻകാലുകൾ വളക്കാനാവില്ല ഒമിനോയിഡുകൾക്ക്, പക്ഷേ ഇവർക്ക് മുൻകാലുകൾ വളക്കാം. ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇതൊരു 4 മാർക്കിന് ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ. ദെൻ ഒമിനിഡുകളെക്കുറിച്ചാണ്. പ്രിമേറ്റ്സ് ആദ്യം നമ്മൾ സസ്തനികൾ, അതിൽ നിന്ന് പ്രിമേറ്റ് ഒമിനോയിഡ്, ദെൻ ഒമിനിഡ്. ദെൻ ഒമിനിഡിന് 2 ഉപവിഭാഗമുണ്ട്. ആസ്ട്രോലോപിതോക്കസ് എന്നോ ഓസ്ട്രോലോപിതാക്കസ് എന്നോ എങ്ങനെയും വിളിക്കുക. ആസ്ട്രോലോപിതാക്കസ് അല്ലെങ്കിൽ ഹോമോ എന്നുള്ളത്. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ആസ്ട്രോലോപിതോക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്ട്രോലോപിതാക്കസിനെ അറിയപ്പെടുന്നതാണ് ദക്ഷിണദേശത്തെ വാനരൻ എന്നുള്ളത്. ഇവർക്ക് ചെറിയ മസ്തിഷ്കമായിരിക്കും, വലിയ താടിയല്ലായിരിക്കും, വലിയ പല്ലുകളായിരിക്കും. ദെൻ ഇവർ കാട്ടിലാണ് താമസിക്കുന്നത്. ഏകദേശം 5 അല്ലെങ്കിൽ 6 ദശലക്ഷം മുമ്പാണ് ഭൂമിയിൽ വന്നത്. അതേപോലെ ഹോമോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഹോമോ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഓക്കെ, വലിയ മസ്തിഷ്കം, ചെറിയ താടിയല്, ചെറിയ പല്ലുകൾ, അതുപോലെ തന്നെ പുൽപ്രദേശത്ത് താമസിക്കുന്നു. 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്
ഭൂമിയിൽ വന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാൽ, ദക്ഷിണദേശത്തെ വാനരനാണ് ആസ്ട്രോലോപിതോക്കസ്. ഹോമോ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. ചെറിയ മസ്തിഷ്കാണെങ്കിൽ ഹോമോക്ക് വലിയ മസ്തിഷ്കമാണ്. വലിയ താടിയല്ലാണെങ്കിൽ ചെറിയ താടിയല്ലാണ്. വലിയ പല്ലുകളാണെങ്കിൽ ചെറിയ പല്ലുകൾ. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാട്ടിൽ താമസിക്കുന്നു, ഹോമകൾ പുൽപ്രദേശത്ത് താമസിക്കുന്നു. ദെൻ 5 അല്ലെങ്കിൽ 6 ദശലക്ഷം മുമ്പാണ് ഭൂമിയിൽ വന്നെങ്കിൽ ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ വിഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുള്ളതാണ് എന്ത് ഹോമോ എന്ന് പറയുന്നത്. ഹോമോയിലെ പല ആൾക്കാരുണ്ട്, വിഭാഗങ്ങളുണ്ട്, ഉപവിഭാഗങ്ങൾ ആയിട്ട് പറയുന്നുണ്ട്. ഹോമോ ഹെബിലിയസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ് എന്നുള്ളത്. ഓക്കെ, ഈ 3 വിഭാഗത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഹോമോജനസിൽപ്പെട്ട വിഭാഗങ്ങളെക്കുറിച്ച് എഴുതുക. ഹോമോ ഹാബിലേസ് എന്ന് പറയുന്നത് വിദഗ്ധ മനുഷ്യർ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ഹോമോ ഹാബിലേസ് ആദ്യത്തെ പണിയായുധ ടൂൾ മേക്കേഴ്സ്. അപ്പോൾ ഇത് വൺ വേർഡ് ചോദിക്കാറുണ്ട്. ആരാണ് പണിയായുധ നിർമ്മാതാക്കൾ എന്നറിയപ്പെടുന്ന ഹോമോയിൽപ്പെട്ട വിഭാഗം? ഹോമോ ഹാബിലേസ് ആണ്. ഹോമോ ഇറക്റ്റസ് എന്ന് പറഞ്ഞാൽ നിവർന്ന് നിൽക്കുക എന്നുള്ള നിങ്ങൾക്കറിയാലോ. ദെൻ നിവർന്ന് നിൽക്കുന്ന മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത് ഹോമോ ഇറക്റ്റസ് ആണ്. ആധുനിക മനുഷ്യൻ്റെ നേരിട്ടുള്ള പൂർവികരാണ്. ഇവരാണ് തീ കണ്ടുപിടിച്ചതും വസ്ത്രങ്ങൾ ഉപയോഗിച്ചൊക്കെ ഹോമോ ഇറക്റ്റസ് ആണ്. ദെൻ ഏറ്റവും ലാസ്റ്റ് ഹോമോ സാപ്പിയൻസ്. ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യവർഗമാണ് ഹോമോ സാപ്പിയൻസ്. ബുദ്ധിമാനായ മനുഷ്യൻ എന്നാണ് പറയുക. ഇനി ആദിമ മനുഷ്യന് എങ്ങനെയാണ് ഭക്ഷണങ്ങൾ സ്വീകരിച്ച മാർഗ്ഗങ്ങൾ, അത് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ അറിയുന്നതാണ്. കാട്ടിൽ നിന്ന് അല്ലേ, ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആണ്. ആദ്യം അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്നു, അവർക്ക് കയ്യിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കായ്കനികൾ അവർ ശേഖരിച്ചു. പിന്നീട് മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. മൃഗങ്ങളെ വേട്ടയാടാനുള്ള ടൂളുകൾ അവർ ഇങ്ങനെ പോളിഷ് ചെയ്തു. പിന്നീട് മൃഗങ്ങളുടെ അഭാവത്തിൽ അവർ കൃഷിയിലേക്ക് മാറി എന്നുള്ളത് നമുക്കറിയാം. കാട്ടിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചു. വിത്തുകൾ, അണ്ടിപ്പരിപ്പ്, കായ്കനികൾ, കിഴങ്ങുകൾ എന്നിവയാണ് അവർ ശേഖരിച്ചത്. നായാട്ടായിരുന്നു അടുത്ത മാർഗം. സ്വാഭാവികമായിട്ടും ചത്തുപോയ അല്ലെങ്കിൽ മറ്റു ജന്തുക്കൾ കൊന്നിട്ട് പോയിട്ടുള്ള മൃഗങ്ങളെ അവയുടെ മാംസങ്ങൾ അവർ ഭക്ഷിച്ചു എന്നുള്ള. മത്സ്യങ്ങൾ പിടിച്ചും ഉപജീവനം നേടിയത്. ഇനി ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള രണ്ട് സിദ്ധാന്തം. ഒന്ന് പ്രാദേശിക തുടർച്ചാവാദം, അതുപോലെ തന്നെ ഏകോൽപത്തി മാതൃക അല്ലെങ്കിൽ പകരം വെക്കൽ മാതൃക. ഈ 2 എന്താണ്, സിമ്പിളാണ്. ഇത് അധികം ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, തല പുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാദേശിക തുടർച്ചാവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിൽ നിന്നാണ് എന്നാണ് ഈ വീക്ഷണം പറയുന്നത്. പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആദിമ ഹോമോസാപ്പിയൻസ് ക്രമേണ മനുഷ്യരായിട്ട് പരിണമിച്ചതാണ് എന്നാണ് ഈ സിദ്ധാന്തത്തിൽ വക്താക്കൾ പറയുന്നത്. ആധുനിക മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിലനിന്നതിനാൽ ഹോമോസാപ്പിയൻസ് പല ഭാഗത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതാണ് പ്രാദേശിക തുടർച്ചാവാദം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആധുനിക മനുഷ്യർ തമ്മിൽ പ്രഥമ ദൃഷ്ടിയാൽ വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ത്യക്കാർ, അതുപോലെ ജപ്പാനീസ്. അപ്പോൾ അവർ തമ്മിലുള്ള മനുഷ്യന്മാർ പ്രഥമ ദൃശ്യ വൃക്ഷങ്ങളാണ്. പക്ഷേ അവരുടെ രൂപങ്ങളും പ്രകൃതം, ശാരീരിക സവിശേഷതകളൊക്കെ വ്യത്യാസമാണ്. പല പ്രദേശങ്ങളിൽ ഉത്ഭവിച്ചത് കൊണ്ടാണ് മനുഷ്യർക്കിടയിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ, വൈവിധ്യങ്ങൾ ഉണ്ടാവാൻ കാരണം പ്രാദേശിക ഉൽപ്പത്തിയാണ് എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത് പറയുന്നത് ഏകോൽപ്പത്തി മാതൃകയാണ്. ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചിട്ടുള്ളത് ആഫ്രിക്കയിലാണ് എന്നാണ് ഈ വീക്ഷണം പറയുന്നത്. ആധുനിക മനുഷ്യരുടെ ജനിതകവും ശരീരശാസ്ത്രപരമായിട്ടുള്ള ഏകത മനുഷ്യൻ ഒരു ഏകത്തിൽ നിന്ന്, മനുഷ്യരെല്ലാവരും ഒരേപോലെ എന്ന് പറയുന്നത്, ഒരേ ജനസാണ് എന്ന് പറയുന്നത് കൊണ്ട് അവർ ഒറ്റയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, ഏകത്വത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ആധുനിക മനുഷ്യരിൽ കാണുന്ന എണ്ണമറ്റ സാദൃശ്യങ്ങളുടെ പ്രധാന കാരണം അവർ ആഫ്രിക്ക എന്ന ഏക കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നാണ് ഈ മാതൃക ചൂണ്ടിക്കാണിക്കുന്നത്. ആധുനിക മനുഷ്യരുടെ ആദ്യ ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്നും കണ്ടെത്തി. ഇവയിലെ 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. നേരെ മറിച്ച് ആഫ്രിക്കയുടെ വെളിയിൽ നിന്ന് കണ്ടെടുത്തുള്ള മനുഷ്യൻ്റെ ഫോസിലുകളൊക്കെ 1.8 ആണ്. അപ്പോൾ ആഫ്രിക്കയിലുണ്ടായി അവിടെ നിന്ന് പരിണമിച്ച് വന്നിട്ടുള്ളതാണ് എന്നുള്ളത്.
അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പാഠം. അപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് ഹോമിനോയിഡും ഒമിനിഡും തമ്മിലുള്ള വ്യത്യാസം, ആസ്ട്രോലോപിതോക്കസും അതുപോലെ തന്നെ ഹോമോയും തമ്മിലുള്ള വ്യത്യാസം, ഹോമോയിലെ വിവിധ വിഭാഗങ്ങളെ, പിന്നെ അതുപോലെ തന്നെ മനുഷ്യൻ എങ്ങനെയാണ് ആഹാരം തേടിയിരുന്നത്, പിന്നെ മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള 2 സിദ്ധാന്തം. ഇത് മാത്രം പഠിച്ചു പോയാൽ മതി. ഈ പാഠത്തിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റും. ഇതിനുശേഷം നിങ്ങളുടെ മെറ്റീരിയൽ, തുല്യതാ പരീക്ഷയുടെ മെറ്റീരിയൽ ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇതാവും. അപ്പോൾ ഈ മെറ്റീരിയലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തുല്യതാ പരീക്ഷ +1 +2 ഗ്രൂപ്പുകളുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി 95 62 654 789 എന്നുള്ള വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് മാത്രം അയച്ചാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, കോൾ ചെയ്യരുത്. താങ്ക് യു.